പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയമുള്ള പ്രേക്ഷകരെ, അനേകം മാസങ്ങളായിട്ട് വചനം രാവിലെയും വൈകുന്നേരവും 1.5 മണിക്കൂർ വീതം ധ്യാനമില്ലാത്തപ്പോൾ ഞാൻ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ കിട്ടിയ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിലെ എൻ്റെ മനോവികാരങ്ങൾ, ദൈവമായിട്ടുള്ള ആ മനോവികാരങ്ങൾ എൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ ഈ ടോക്കനായിട്ട് ക്ഷണിച്ചപ്പോൾ എടുത്തു നോക്കി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ടത് പങ്കുവച്ചാൽ നിങ്ങൾക്കും ആത്മീയമായിട്ട് ഉണർവും ഉന്മേഷവും ഉൾക്കാഴ്ചയും കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അതിവിടെ പറയുകയാണ് ആ വചനം. ജോബ് 36 6-ാമത്തെ വാക്യം, 6ഉം 7ഉം വാക്യങ്ങളിൽ പറയുന്നു, ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല, ദുഃഖിതരുടെ അവകാശം ദൈവം സംരക്ഷിക്കും. ഒരു സഹോദരി എന്നോട് കരഞ്ഞുകൊണ്ട് 2 കൊല്ലം തുടർച്ചയായിട്ട് കാണുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകൂടിയുള്ള വലിയ മദ്യപാനം നിർത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, സഹോദരിയോട് പ്രാർത്ഥിക്കണം. ഒന്നാമതായിട്ട് അവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് ദൈവത്തോട് പറയണം, എൻ്റെ പിതാവായ ദൈവമേ, ഈ ജീവിത പങ്കാളിയെ മാനസാന്തരപ്പെടുത്തണമേ, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ബലഹീനതയെ ക്ഷമിക്കുന്നു, മറക്കുന്നു, പൊറുക്കുന്നു എന്ന് പല പ്രാവശ്യം പറയണം. അതനുസരിച്ചുള്ള പ്രവൃത്തിയും കൂടെ വേണം സംസാരത്തിൽ, നോട്ടത്തിൽ. അതെന്താണ് ആ സംസാരത്തിലും നോട്ടത്തിലും ഈ മദ്യപിച്ചതിൻ്റെ വിഷമം കാണിക്കാത്തതിൻ്റെ കാരണം എന്താ? ഈശോ കുരിശിൽ കിടന്ന് സഹിച്ച് ക്ഷമിച്ച് ലോകത്തിന് മുഴുവൻ തൻ്റെ ജീവൻ ഹോമിച്ചതുപോലെ ഞാനും എൻ്റെ ജീവൻ ഇയാൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു, അയാളെ ദൈവത്തിൻ്റെ മകനായിട്ട് സ്നേഹിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഈ വചനം വീണ്ടും ഒരു കഷ്ണം കടലാസിൽ ഞാൻ എഴുതി വച്ചിരിക്കുമ്പോൾ വീണ്ടും നോക്കിയപ്പോൾ കാണുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ഒഴുകാനുള്ള ഒരു മാർഗം തിന്മ ഉപേക്ഷിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്, വ്യവസ്ഥ കൂടാതെ ക്ഷമിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്, വ്യവസ്ഥ കൂടാതെ ക്ഷമിക്കുന്നവനാണ്. അങ്ങനെ ക്ഷമിച്ചപ്പോൾ വ്യഭിചാരിണിയായ സ്ത്രീക്ക് വലിയ മാനസാന്തരം ഉണ്ടായി. പോരായ്മകളെല്ലാം മറന്നുകൊണ്ട് ഈശോ സക്കേവസിനോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ ഇതാ വരുന്നു. ഈശോയെ കണ്ടപ്പോൾ തന്നെ, ഈശോയുടെ മഹത്വം കണ്ടപ്പോൾ തന്നെ, ഈശോയുടെ കൃപ കണ്ടപ്പോൾ തന്നെ, ഈശോയുടെ ദിവ്യ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ, ഈശോയുടെ എളിമ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. ഈശോ ഒന്നും പറഞ്ഞില്ല, നീ മാനസാന്തരപ്പെടണം, ഒന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാൾ പറഞ്ഞതെന്താണ്? എനിക്കുള്ളതിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ആ സഹോദരിക്ക് വലിയ ദൈവാനുഭവം കിട്ടി 2 വർഷത്തെ തുടർച്ചയായ പ്രാർത്ഥനയ്ക്ക് ശേഷം. അക്കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിച്ചിരുന്നു. മിക്കവാറും മാസത്തിൽ 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയി 15 മിനിറ്റ് ഞാൻ ചെലവഴിക്കും. ചായ കുടിക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറയാനോ ഒന്നുമല്ല. അയാൾ ആ സമയത്താണ്, വൈകിട്ടുള്ള ആ സമയത്താണ് കൂട്ടുകൂടി കുടിക്കാൻ പോകുന്നത്. അത് തടയാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഞാൻ അവിടെ ചെന്ന്, എന്താ ജോണെ, സുഖല്ലേ, തല ഉലുക്കുള്ളൂ, മിണ്ടാനുള്ള ആ സ്വാതന്ത്ര്യമോ ആന്തരിക സ്വാതന്ത്ര്യമോ ഒന്നുമില്ല, മരവിച്ച മനസാക്ഷിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്ന് പോകണ്ട, നമുക്കിവിടെ ഇരിക്കാം, വർത്തമാനം പറയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോകുന്നില്ല എന്ന് ബോധ്യം വരുമ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോരും. അപ്പോഴും ഈ സഹോദരി പിന്നീട് ഫോണിൽ വിളിച്ച് പറയും, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്, ഈ കഷ്ടപ്പാടുണ്ടായത്? ഞാൻ തെക്കൻ ജില്ലകളിൽ നിന്ന് കുടിയേറി പാർത്ത ആളാണ് വർഷങ്ങൾക്ക് മുൻപ്. എനിക്ക് വലിയൊരു ഭാരമുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താണ്? എൻ്റെ 3 പ്രായപൂർത്തി എത്തിക്കൊണ്ടിരിക്കുന്ന 3 മക്കൾ, ഇവരാര് നോക്കും, ആര് സ്നേഹിക്കും, ആര് പഠിപ്പിക്കും? ഇതോർത്ത് ഞാൻ ആകുലപ്പെടുകയാണ്, വ്യാകുലപ്പെടുകയാണ്, മനസ്സുരുകയാണ്. പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങാറില്ല. അപ്പം ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 56:8 അവിടെ പറയുന്നുണ്ട്, നിൻ്റെ കണ്ണുനീരെല്ലാം ഞാൻ ഒപ്പിയെടുക്കും, നിൻ്റെ വിഷമങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതാണ് കർത്താവ്
ദാവീദ് രാജാവിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാനത് ഒപ്പിയെടുക്കും. 2 വർഷത്തിന് ശേഷം ആ വിഷമങ്ങളെല്ലാം മാറി പുതിയ ഒരു മനുഷ്യനായിട്ട് അയാൾ മാറി, മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരത്തിലൂടെ കിട്ടിയത് എന്താണ്? വലിയ സമ്മാനമായിട്ട് കിട്ടിയത് എന്താണ്? 3 മക്കൾക്കും, ഒരാൾക്ക് കുവൈറ്റിൽ, 2 പേർക്ക് ദുബായിൽ ജോലി. പോരെ, ധാരാളം ശമ്പളം. ഇപ്പോൾ അവർ ഇവിടെ നാട്ടിൽ തന്നെ താമസിക്കാൻ സമയമില്ല, മക്കളുടെ കൂടെ മാറി മാറി താമസിക്കുകയാണ്. ഒരു ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഇപ്പോഴാണ് പ്രാർത്ഥനയുടെ ഗാംഭീര്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഫലം എനിക്ക് മനസ്സിലായത്. പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജെസ്സി എന്ന് പേരായ സഹോദരിക്ക് ഞാനിത് പറയുമ്പോൾ വെറും 39 വയസ്സ് 40 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പോൾ അവർ ആനന്ദത്തിൻ്റെ നിർവൃതിയിലാണ്. അതിൻ്റെ കാരണം എന്താ? അതിനു മുൻപേ അവർ മണിക്കൂറുകളോളം ഭക്ഷണമില്ലാതെ മക്കൾക്ക് വേണ്ടി സഹിച്ച്, ഭർത്താവിന് വേണ്ടിയിട്ട് സഹിച്ച് പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ ദൈവം കൊടുത്തതോ ലൗകികമായിട്ടുള്ള സന്തോഷം. പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എന്താണ്? അവർക്ക് കിട്ടിയത് ഒരു തരം ആത്മീയ ആനന്ദമാണ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന് സങ്കീർത്തനം 16:11 പറയുന്നുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അതുകൊണ്ടാണല്ലോ മാതാവ് മാത്രം, ലോകചരിത്രത്തിൽ മാതാവ് മാത്രം പറഞ്ഞത്, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നത് ദൈവത്തിലാണ്. എൻ്റെ ചിത്തം, നല്ല വാക്കാണ് ചിത്തം എന്നുള്ള വാക്ക്, എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. സുഖസൗകര്യങ്ങളിലോ അന്നന്ന് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലോ ഒക്കെ സന്തോഷിക്കുന്ന ധാരാളം പേരുണ്ട്. അതിൽ നിർവൃതി കൊള്ളുന്നവരുണ്ട്, അതിൽ ലഹരി പിടിച്ച് ഓടുന്നവരുണ്ട്, അതിൻ്റെ പുറകെ ഓടുന്നവരുണ്ട്. വലിയൊരു വിരുന്ന് ഇന്ന് ഒരുക്കിയിട്ട് ഒരാൾ പറഞ്ഞു, അയ്യോ, ഇന്നത്തെ ശുശ്രൂഷ, അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗം പറഞ്ഞ് അച്ഛൻ പോവുകയാണോ? കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, കഴിച്ചോളാം. അതിനേക്കാളേറെ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവമക്കൾക്കായിട്ട് വചനം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറയണ്ടേ. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അത് അനുഭവിച്ചതുകൊണ്ടാണ്. എത്ര നാളാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത്, ക്ഷമിച്ച് സഹിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, മറ്റുള്ളവരുടെ നിന്ദനമേറ്റുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നത്. നിന്ദനമെന്ന് ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തുറിച്ചു നോട്ടമുണ്ട് ചില ആളുകൾക്ക്, എല്ലാ ഗണത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാൻ സ്ഥലം മാറി ഒളിഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ആൾത്താരയുടെ മുന്നിലൊരു ചെറിയ ആൾത്താരയുണ്ടല്ലോ, അതിൻ്റെ മുന്നിലിരുന്നു. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ തുറച്ചു നോക്കി കളിയാക്കി ചിരിച്ചു പോകില്ല. പിന്നെയും അവിടെയും ശല്യമായപ്പോൾ മുറിയിലിരിക്കാൻ തുടങ്ങി. അപ്പോഴും ചുറ്റുപാടിൽ നിന്ന് പ്രയാസങ്ങളായി. ആ പ്രയാസങ്ങളും നിന്ദനങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയണം, ദൈവം എൻ്റെ വേദനകൾ അറിയുന്നു, ദൈവം എൻ്റെ ദുഃഖമെടുത്ത് മാറ്റും, ഞാൻ എന്നെ കൂടുതൽ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. എത്ര വർഷമായിരുന്നത്? ഒരു 15 വർഷം. ഇതാരും അറിഞ്ഞിട്ടില്ല, ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ നിൻ്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ കണ്ണുനീരെല്ലാം ഞാൻ ഒപ്പിയെടുക്കുമെന്ന് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കാനഡയിൽ ടൊറോണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ ധ്യാനത്തിന് അല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ചില്ല. പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഞാൻ കിടക്കുകയാണ്. ഞാൻ കിടക്കുന്നതിൻ്റെ നേരെ ഒരു വലിയ അലമാരിയാണ്. അതിന് മുകളിൽ ചുമര് കുറച്ച് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. രാത്രി 10 മണി വരെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ രൂപത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പ്രകാശം വരുന്നു, രശ്മികൾ കൊണ്ട് നിറഞ്ഞ് പ്രകാശം വരുന്നു. അവിടുത്തെ പെയിൻറ്റിങ്ങിൻ്റെ കളറ് മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ രൂപം മാറി. രൂപം പ്രത്യക്ഷമായിട്ട് അവിടെ ഒരു കർത്താവിൻ്റെ തലയാണ് കാണുന്നത്, ശിരസ്സാണ് കാണുന്നത്. എനിക്ക് കാണാവുന്നത് മുൾമുടി ചൂടിയ കർത്താവിൻ്റെ തല. എന്നെ നോക്കുകയല്ല, സൈഡിലൂടെ നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ കവിള് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ, തലയിലെ മുൾമുടിയും കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്രകാശം കൂടി വരുന്നു. ഞാൻ നോക്കുന്തോറും പ്രകാശം കൂടി വന്നിട്ട് എൻ്റെ നേരേക്ക് വരികയാണ്.
എൻ്റെ കർത്താവേ, എനിക്ക് ഇത് കാണാനുള്ള യോഗ്യതയൊന്നുമില്ല, നിനക്ക് നന്ദി, എങ്ങനെയായാലും ഒരു ദർശനം തന്നല്ലോ, ഇങ്ങനെ ഒരു അടയാളം തന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ച് ആനന്ദിച്ച് ഒരു 11:30 വരെ അങ്ങനെ കിടന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആളുകൾ വർത്തമാനം പറയുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാം. പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ശിരസിൽ ഒന്ന് തൊടാമോ? ഞാൻ എഴുന്നേറ്റിരുന്ന് ശിരസ് നമിച്ചു. അപ്പോൾ ഒരു കൈ ഇങ്ങനെ നീണ്ടു വന്നു. 3 വിരലുകൾ, എൻ്റെ ഇവിടെ ഒരു അല്പം മുടി കുറവുണ്ട്, അവിടെ ആ 3 വിരലുകൾ പരതി നടക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനാകെ കോരിത്തെരിച്ചു, കണ്ണടച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ജോയിൻറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന അനേകം മണിക്കൂറുകൾ ധ്യാനിപ്പിക്കാൻ നിന്നതിൻ്റെ, പകൽ നിന്നതിൻ്റെ വേദനകളും അസ്വസ്ഥതകളും മാറിയിട്ട് ശരീരത്തിന് കനം കുറഞ്ഞതുപോലെയുള്ള അനുഭവം ഉണ്ടായി. എൻ്റെ കാല് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു 5-8 കിലോ ഉള്ള ഒരു സാധനം കിടക്കുന്ന പോലെയാണല്ലോ തമ്പുരാൻ. അതുകൂടാതെ വലിയ പ്രകാശം, ഈ ശരീരത്തിൽ മുഴുവൻ വലിയ പ്രകാശം, നേരിയ നിറം മാറിയിട്ട്, ആ തൊലിയുടെ നിറം മാറിയിട്ട് ഒരു പ്രത്യേക പ്രകാശം. കർത്താവേ, ഇത് വലിയ ദാനമാണല്ലോ. നന്ദി. ഞാൻ ഇതിനേക്കാൾ ഊർജ്ജസ്വലതയോടെ നാളെ ഞാൻ ജോലി ചെയ്യും, ശുശ്രൂഷ നടത്തും, ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും എന്ന് തീരുമാനമെടുത്ത് കണ്ണ് അടച്ചു. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചുമരിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് പ്രകാശരശ്മികൾ വരികയാണ്. അതിൻ്റെ നടുവട്ടത്തിൽ കൊച്ചു നക്ഷത്രങ്ങൾ പോലെയുള്ള സാധനം. ഞാൻ തുറക്കുമ്പോഴൊക്കെ ഇത് കാണുകയാണ്. അപ്പം ഞാൻ ഓർത്തു, ഇത് ബുദ്ധിമുട്ടായല്ലോ. ഞാൻ തുറക്കുമ്പോഴൊക്കെ അവിടെ ഒരു വട്ടം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രകാശങ്ങൾ വരികയാണ്. ദൈവമേ, നിനക്ക് നന്ദി. നേരം വെളുത്തപ്പോൾ എൻ്റെ ശരീരത്തിലെ സകല വേദനകളും കുറഞ്ഞിട്ട് വലിയ സുഖം. സാധാരണ ഫാനിട്ട് കിടന്നാൽ വല്ലാത്ത വേദനകളാണ്. ഫുൾ ടൈം ഫാനിട്ട് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എല്ലാ ജോയിൻറ്റുകളിലും നല്ല വേദനയായിരുന്നു. ആ വേദനയ്ക്ക് മാറി കർത്താവ് സ്പർശിച്ചു. കർത്താവ് സംപ്രീതനാണ്. നിൻ്റെ വേദനകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ ക്ഷീണമെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ആ സൗഖ്യം നൽകിയത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് 145 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ അരമണിക്കൂറോളം ഇരുന്ന് വായിച്ച് അത് തന്നെ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ രാവിലെ 9:30 മണിയായപ്പോൾ ആരംഭിച്ചു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ, കൂടെ നടന്നാൽ, കൂടെ സഞ്ചരിച്ചാൽ, ഈ കർത്താവിനെ, ഈ സർവശക്തനായ ദൈവത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നടന്നാൽ എന്താ ഫലം? ശരീരത്തിന് പ്രത്യേകിച്ച് സുഖമൊന്നും തോന്നില്ല, പക്ഷേ മനസ്സിന്, ആത്മാവിന് വലിയ സന്തോഷമായിരിക്കും. ഈ സന്തോഷം മാതാവിനുണ്ടായിരുന്നു ഈശോയെ കണ്ടതുകൊണ്ട്, ഈശോയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് 30 വർഷത്തോളം. ആ സന്തോഷം കൊണ്ടാണ് മാതാവ്, ആ സന്തോഷം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മാതാവ് പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എങ്ങനെയത് പറയാൻ സാധിച്ചത്? ഈശോയെ കാണുന്നതിന് മുൻപ്, പ്രസവിച്ചതിന് ശേഷം ഈശോയെ കാണുന്നതിന് മുൻപ് ഈ മാതാവ് പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും അവർ ആസ്വദിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 7:37 പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവിൻ. ഇന്ന് എല്ലാവർക്കും ദാഹമുണ്ട്, എല്ലാ മനുഷ്യർക്കും ദാഹമുണ്ട്. എന്തിനാ? ഡിഗ്രി സമ്പാദിക്കാൻ, പുതിയ കാര്യങ്ങൾ വാട്സാപ്പിലൂടെ കാണാൻ, പുതിയ കാര്യങ്ങൾ മൊബൈലിലൂടെ കാണാൻ, ഇൻ്റർനെറ്റിലൂടെ കാണാൻ. ഞാനൊരു രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഒരാൾ അത് കമ്പ്യൂട്ടറിലൂടെ മൊബൈലിലൂടെ എടുത്ത് കാണിച്ചു തരാം. അതെ, ഇതാണ് പോകുന്ന സ്ഥലം, ഇതിൻ്റെ മാപ്പ് കണ്ടോ, അതിൻ്റെ സ്ഥലം കണ്ടോ, ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര നേരം സഞ്ചരിക്കണം. അപ്പോൾ കൂടുതൽ കണ്ടും കേട്ടും ആസ്വദിച്ചും സംസാരിച്ചും പിന്നെ കുറേ ഭക്ഷണം കഴിച്ചും പിന്നെ കുറേ നേരം കിടന്നുറങ്ങിയും ഉടയവനെ മറന്നു പോവുക, ഉടയവനെ മറക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും അവിടെ പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, എല്ലാ കാര്യങ്ങളിലും നീ വിജയിക്കുന്നു,
നിൻ്റെ ജോലി, നിൻ്റെ കൃഷി, നിൻ്റെ വ്യവസായം, നിൻ്റെ കളി, നിൻ്റെ എക്സാമിനേഷൻ, ഇതിലെല്ലാറ്റിനും നീ വിജയിക്കുന്നു. അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും മാതാപിതാക്കന്മാർ കൊടുക്കുന്നു. പക്ഷേ ദൈവത്തെ അറിയുവാനായിട്ട് നീ എന്തുകൊണ്ട് താമസിച്ചു പോകുന്നു? വൈ ആർ യു സോ ലേറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രിയേറ്റർ? സൃഷ്ടാവിനെ അറിയാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് നീ എന്തുകൊണ്ട് താമസിച്ചു പോകുന്നു? ഇവിടെ പറയുന്നുണ്ട്, ജെറമിയായുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ടു നോ യു ഈസ് ദ റൂട്ട് ഓഫ് ഇമ്മോർട്ടാലിറ്റി. അവിടുത്തെ അറിയുക എന്ന് പറയുന്നത് അമർത്യതയുടെ ആരംഭമാണ്. അതിൻ്റെ നാരായ വേരാണ് അവിടുത്തെ അറിയുക എന്ന് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞിട്ടുള്ള അനുഭവം ഉണ്ടോ? മാമോദീസ സ്വീകരിച്ച്, പരിശുദ്ധ കുർബാന സ്വീകരിച്ച്, സ്ഥൈര്യലേപനം കൊണ്ട് ലേപനം ചെയ്ത് കുരിശ് വരച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനം വായിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ശകലം ഈ ഉടയവനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഒന്നുമില്ലെങ്കിൽ വയസ്സാകും തോറും വലിയ ഉത്കണ്ഠയായിരിക്കും. പണ്ടൊക്കെ 51 വയസ്സ്, എനിക്ക് 51 വയസ്സ്, 52 വയസ്സ് എന്നൊക്കെ എന്തെങ്കിലും രജിസ്ട്രേഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോകുമ്പോൾ അത് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമായിരുന്നു. ഇപ്പോൾ 68 കഴിഞ്ഞ് 69ലേക്ക് കടന്നു. 69ലേക്ക് കടന്നിട്ടും എനിക്ക് ആകുലതയോ ഉത്കണ്ഠയോ വേവലാതിയോ പരിഭ്രമമോ ഒന്നുമില്ല. എന്താ കാരണം? തമ്പുരാനെ അറിഞ്ഞ അനുഭവം, ഉടയവനെ നേരിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും, ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാവും. അതാണ് 27-ാം സങ്കീർത്തനത്തിൽ 2-3 വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ദാവീദ് രാജാവ് എഴുതി വച്ചിരിക്കുന്നതാണ്. മാനസാന്തരം ഉണ്ടായപ്പോൾ, പാപം ഉപേക്ഷിച്ചപ്പോൾ, പാപത്തിന് അദ്ദേഹം പരിഹാരം ചെയ്തു, വലിയ ശിക്ഷ കിട്ടി, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദാവീദിന് പറ്റിയ അമളിയിൽ, അബദ്ധങ്ങളിൽ. അങ്ങനെയൊന്നും പറ്റരുത്. പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുതരം മരവിച്ച മനസാക്ഷിയോടുകൂടി, വ്യക്തിത്വത്തോടുകൂടി നടക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും കിടക്കുകയും ഉണ്ണുകയും തിന്നുകയും ഒക്കെ ചെയ്യും. ഒരു 4 ദിവസം മുമ്പ് ഒരാൾ, വലിയ ഹൈലി എഡ്യൂക്കേറ്റഡാണ്, ഒരാൾ വന്നിട്ട് പറഞ്ഞു, നല്ല ജോലിയുണ്ട്, മുൻപുണ്ടായിരുന്നതിനേക്കാൾ അത്ര മെച്ചമല്ല, എങ്കിലും നല്ല ജോലിയുണ്ട്, പക്ഷേ ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡാണ്, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല, ഉള്ളിലൊരു സന്തോഷമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും, ഇത്രയേറെ കാശ് എൻ്റെ പോക്കറ്റിൽ വന്നിട്ടും, ഇത്രയേറെ കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടും, ഇത്രയേറെ തിന്നിട്ടും, ഇത്രയേറെ ഉറങ്ങിയിട്ടും, ഇത്രയേറെ കാഴ്ചകൾ കണ്ടിട്ടും. കാഴ്ചകൾ കാണാൻ ഇടയ്ക്കൊക്കെ എല്ലാ വർഷവും 1-2 സ്ഥലങ്ങളിൽ പോകും. സിംഗപ്പൂരോ മലേഷ്യയോ പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ സ്ഥലങ്ങൾ പരതി നടന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. കൊളോസിയർക്ക് എഴുതിയ ലേഖനം 3:2 വായിക്കുക. അവിടെ പറയുന്നു, നിൻ്റെ മനസ്സ് ഉന്നതത്തിലേക്ക് തിരിക്കുക, അവിടേക്ക് നോക്കുക. അവിടെ ആരാ ഉള്ളത്? അവിടെ ത്രിയേക ദൈവം, മാലാഖമാർ, പരിശുദ്ധന്മാർ. അവിടെ ചെന്നാൽ എന്താ ഗുണം? ചൊവ്വായിലേക്ക് പോകുന്നതിന് പകരം അവിടെ ചെന്നാൽ എന്താ ഗുണം? നിത്യമായ ജീവിതമാണ്. ചൊവ്വായിലേക്ക് അനേക കോടികൾ ചിലവാക്കി പോയാൽ എത്ര നാളത് നിലനിൽക്കുന്നു പറയാനായിട്ട് സാധിക്കില്ല. ഓരോ സയൻറ്റിസ്റ്റിനും ശാസ്ത്രജ്ഞനും പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിത്യമായ ആനന്ദം ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സെറ്റ് യുവർ ഡിസയേഴ്സ് ഓൺ ദ തിങ്സ് ദാറ്റ് ആർ സെറ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷം, അത് നേടാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണിലേക്കല്ല നോക്കേണ്ടത്, വിണ്ണിലേക്കാണ് നോക്കേണ്ടത്. വിണ്ണിലേക്ക് നോക്കി കഴിയുമ്പോൾ എന്ത് കിട്ടും? വിണ്ണിലെ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും. പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ, പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയിലൂടെ, ഈശോ വഴിയായി, പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഈ രഹസ്യങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളതുകൊണ്ട് കർത്താവിനോട് കൂടി ചേർന്ന് നടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനസ്സറിഞ്ഞ് തെറ്റ് ചെയ്യരുത്, അപ്പോഴാണ് ഇത് കിട്ടുള്ളൂ. ജോബിൻ്റെ പുസ്തകം 36:13 വായിക്കുക. അധർമ്മികൾ
കോപം എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും. കോപം നിന്നെ പരിഹാസത്തിലേക്ക് നയിക്കും. യാക്കോബ് 1:19 പറയുന്നുണ്ട്, നിന്റെ കോപം മൂലം ദൈവത്തിൻ്റെ കൃപ ഒഴുകാൻ തടസ്സം, ബ്ലോക്ക്. ട്രാഫിക് ജാം വരുമ്പോൾ എന്താ ചെയ്യുക? അരമണിക്കൂർ അവിടെ കിടക്കാന് തടസ്സമായി. നിന്റെ കോപം മൂലം ദൈവത്തിൽ നിന്ന് ഒഴുകേണ്ടതായ, ദൈവം തരാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ആ കൃപ അവിടെ തടയപ്പെടുന്നു. എന്തത്ര നേരം വൈകിയ? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ ദ ആങ്കർ ഓഫ് മാൻ ഡസ് നോട്ട് അക്കംപ്ലിഷ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതി നിന്നിൽ നടപ്പിലാക്കാൻ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അത് വരരുത്. സങ്കീർത്തനം 4:4 വായിക്കുക. കോപിക്കാം, പക്ഷെ നീ മറ്റുള്ളവനെ മുറിപ്പെടുത്തരുത്. നിന്നിലെ അഴുക്ക്, കോപമെന്ന അഴുക്ക്, ആ പോയ്സൺ, അത് നീ മറ്റുള്ളവരിലേക്ക് കൊടുക്കരുത്. അപ്പം നിനക്ക് 5 മിനിറ്റ് നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. അവനെ ഞാനൊന്ന് ഇരുത്തിയിട്ടുണ്ട്, അവനെ ഇനിയും കണ്ടോളാം, അവന് മനസ്സിലായി ഇപ്പം ഞാൻ ആരാണെന്ന്. അതല്ല നമ്മുടെ ശരിയായിട്ടുള്ള വ്യക്തിത്വം. അങ്ങനെയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമ്മുടെ മനസ്സിൽ ദൈവം തൻ്റെ ഛായ നൽകിയിട്ട് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുക. മറ്റുള്ളവരെ വളർത്താനും ഉയർത്താനും അവരെ പക്വതയിലേക്ക് നയിക്കാനും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അങ്ങനെ വളർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. എന്തിനു മരിക്കണം? നമ്മുടെ സ്വാർത്ഥതയോട്, അഹങ്കാരത്തോട് മരിക്കണം. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഉയർത്താൻ, ജീവനിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക്, വീട്ടിലുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയ്ക്ക്, മക്കൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു ഉണർവില്ല, ഒരു ഉന്മേഷമില്ല. അപ്പൻ്റെ മുറിയിലേക്ക് കയറി, മക്കളുടെ മുറിയിലേക്ക് കയറി. എന്തിനാ അത് അങ്ങോട്ട് പോയി? അയ്യോ, അവർക്ക് പഠിക്കാനുണ്ട്. അപ്പനെന്തിനാ പോയി? അപ്പന് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടറിലൂടെ നോക്കാനുണ്ട്. അമ്മ എന്തിനാ അടുക്കളയിലേക്ക് പോയി? അമ്മയ്ക്ക് ഒരുപാട് ഭയങ്കര ഉത്തരവാദിത്തമല്ലേ. 7 മക്കളാണ് ഞങ്ങൾ. ഈ 7 മക്കളുണ്ടായിട്ടും ആരോടും ഒരു പരാതി പറയാതെ, ഭാരിച്ച വലിയ ജോലി ചെയ്തതിൻ്റെ വലിയ ഭാവമൊന്നും കാണിക്കാതെ അമ്മ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തു. ആരോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. ആരും മുൻപാകെ കണ്ണീര് ഒഴുക്കിയിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 2 or 3 ഉണ്ടാകുമ്പോഴേക്കും എന്തൊരു വലിയ ഭാരം വഹിക്കുന്ന പോലുള്ള ഭാവമാണ്. ഇന്നലെ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവർക്ക് 3 പേര് കൂടുതലായിട്ട് ഒരാൾ വേറെ സ്ഥലത്ത് നിർത്തിയിരിക്കുക. കാരണം അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരെ നോക്കാനും അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ഒത്തിരി സമയവും ഒക്കെ പോകുന്നു. അതുകൊണ്ട് ഇവർക്ക് സുഖിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാശ് കൊടുത്തേക്കാം. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ താമസിക്കുന്നത്? കുറേ ദൂരെ ഒരു സ്ഥലത്താണ്, കൃത്യമായിട്ട് അഡ്രസ്സ് ഒന്നും പറഞ്ഞില്ല. സാരമില്ല, ആ കുഞ്ഞിനെ ഞാൻ 4 വയസ്സുള്ളപ്പോൾ മുതൽ കാണുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും കൃപയും ഉണ്ടാകാനായിട്ട് മനഃപൂർവ്വം നമ്മൾ പാപം ചെയ്യരുത്, തിന്മ ചെയ്യരുത്. തിന്മ ചെയ്യാതെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാണാൻ വേണ്ടിയിട്ട് നാം ആരെയും വെറുക്കരുത്. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കും. കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ സ്നേഹം, ഔദാര്യം, അനുകമ്പ, വാത്സല്യം, പരസ്നേഹം, സഹനശീലം, ഉൾക്കാഴ്ച, മറ്റുള്ളവരുടെ വേദനകൾ അറിയാനുള്ള കഴിവ്, ഉൾക്കാഴ്ച, ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ജീവൻ കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഇന്ന് എത്ര പേർക്ക് ജീവൻ കൊടുത്തു? വചനം കൊണ്ട് ജീവൻ കൊടുക്കാറുണ്ട് ഞാൻ. 10, 20, 30 പേർക്ക് പല മാധ്യമങ്ങളിലൂടെ, കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ജീവൻ കൊടുക്കുകയാണ്. രാവിലെ മുതൽ ജീവൻ കൊടുക്കുക, 8 മണി മുതൽ വൈകുന്നേരം 10, 10:30 വരെ കൊടുക്കുകയാണ്. എന്താ കാരണം? ജീവനുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ജീവനുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ. ഈശോ പറഞ്ഞ്, ഇതാ നോക്കൂ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ജീവൻ നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി വന്നിരിക്കുക. യോഹന്നാൻ 10:10. ഓരോ വീട്ടുകാരനും ഓരോ വീട്ടുകാരിയും ഇതുപോലെ തന്നെ വീട്ടിലുള്ളവരോട് പറയണം, മക്കളെ, നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും റെഡിയാണ്. ഭർത്താവിനോട് പറയണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. ഭർത്താവ് ഭാര്യയോട് പറയണം, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നു. സമയം, ആരോഗ്യം, പണം, ഇതെല്ലാം. ഈ ദിവസങ്ങളിൽ ഒരു 10 പേര് എന്നെ കാണുവാനായിട്ട് മാറി മാറി വന്നു. അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ പലരും അല്പം മാനസിക വികല്പമുള്ള ആളുകളായിട്ട് മാറിയിരിക്കുക. എന്തുകൊണ്ടാണ്? ശരിയായിട്ടുള്ള വീക്ഷണം, ദിശ
ആ ബോധം, ദിശാബോധം, ലക്ഷ്യം അത് തെറ്റിയിരിക്കുന്നു. അത് വിണ്ണിലേക്കല്ല മണ്ണിലേക്കാണ്. അതുകൊണ്ട് മണ്ണിൽ ഊന്നി നിൽക്കുമ്പോൾ മനസ്സും വികാരവും ശരീരവും ഭാവനയും ബുദ്ധിയും എല്ലാം അവിടെ ഊന്നി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൃപ ഒഴുകുകയില്ല. ദൈവത്തിൻ്റെ കൃപ ഒഴുകണമെങ്കിൽ നാം ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരും, ദൈവം കാരുണ്യവാനാണ്, എന്നെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്, എൻ്റെ വേര് കിടക്കുന്നത്, എൻ്റെ കാല് നിലത്താണെങ്കിലും എൻ്റെ മനസ്സ് സ്വർഗത്തിലാണെന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും മറ്റുള്ളവർക്ക് തോന്നണം. അതുകൊണ്ടാണ് ശിഷ്യരോട് പറഞ്ഞത്, ഈശോ പറഞ്ഞത്, എനിക്ക് ജനത്തെ കാണുമ്പോൾ അനുകമ്പ തോന്നുന്നു. എവിടുന്നാ ആ നന്മയുണ്ടായത്? അത് സ്വർഗത്തിൽ നിന്നുണ്ടായതാണ്, ഈശോയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഈശോയെ അടുത്തറിയുമ്പോൾ, ദൈവത്തെ അടുത്തറിയുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. ദൈവം നമ്മുടെ വേദനകളിൽ ഇടപെടണമെങ്കിൽ പാപം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്, കോപിക്കരുത്. സങ്കീർത്തനം 4:4 വായിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1:19 അത് 2 വായിക്കുക. എന്നിട്ട് ജോലിക്ക് പോവുക. കർത്താവായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഉണർവും ഉന്മേഷവും, വചനത്താലെ ഉണർവും ഉന്മേഷവും, പാപത്തെ ത്യജിക്കുവാനുള്ള ആയുധം എടുക്കുവാൻ, വചനമാകുന്ന വാള് എടുക്കുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അവർക്ക് കൊടുക്കണമേ. അങ്ങനെ മനസ്സിനെ ശുദ്ധിയാക്കിയിരിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ഇറക്കി തരും. നമുക്ക് വെളിച്ചമുള്ളവരാകും, നാം വെളിച്ചമുള്ളവരാകും, ജ്ഞാനമുള്ളവരാകും, ശക്തിയുള്ളവരാകും, കരുത്തുള്ളവരാകും. ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുമെന്ന് കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് അല്പം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ട എല്ലാ മക്കൾക്കും ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ, അതിലേതെങ്കിലും ഒരു വചനമനുസരിച്ച് ഇന്ന് ജീവിക്കുവാൻ, അതിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ, ശക്തി പകരുവാൻ ഇവരെ അനുഗ്രഹിക്കുമാറാണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.